ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു ക്രിയേറ്റ് ന്യൂ വേൾഡ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്രിയേറ്റ് ന്യൂ വേൾഡ് പോവാം. ക്രിയേറ്റ് ന്യൂ വേൾഡ് ഇനി അഡ്വാൻസ് പോവുക. എന്നിട്ട് ഒരു ഷോ ഡിപ്ലോയ്ഡ് ഷോ കോർഡിനേറ്റ്സ്. ഇനി നമുക്ക് സീഡ് കൊടുക്കാം. സീഡ് എൻ്റെ അടുത്തുള്ള സീഡ് തന്നെ കൊടുക്കുക. മറ്റേ സീഡ്. ഓക്കെ, ഞാൻ ആ സീഡ് കൊടുത്ത് നമുക്ക് ക്രിയേറ്റ് ആക്കാം. ഓക്കെ, ഞാൻ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നേരെ വേൾഡിൽ സ്പോണായിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ സ്പോണായിട്ടുണ്ട്. നമ്മൾ അതന്നെ വേൾഡിനെ സീഡന്നെ. ഓക്കെ, നമുക്ക് നമ്മൾ ആദ്യത്തെ വുഡ് മുറിക്കണ്ടേ നമുക്ക്. ഓക്കെ, നമ്മുടെ വേൾഡിൽ ആദ്യത്തെ വുഡ് അത് നമ്മുടെ കയ്യിലോട്ട് എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഡേർട്ട് ബ്ലോക്ക് കൂടി വെക്കണം. ഓക്കെ ഗൈസ്, ഇത് നമ്മളെ പണ്ടത്തേനോട്ട് ഡിസ്പ്ലേ ആയിക്കൂല ഗൈസ്, കാരണം ഇത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളടുത്തുള്ള വില്ലേജിൽ പോയിട്ട് വില്ലേജിൽ ഊട്ടുക. സ്റ്റാർട്ടർ ബേസൊക്കെ അടുത്ത എപ്പിസോഡിലാണ്. ഈ എപ്പിസോഡിൽ ചെറിയൊരു പണിയൊക്കെ ഉണ്ട്. അതായത് ഇന്നൊരു ഫാം സെറ്റാക്കണം ഗൈസ്. അയൺ ഒപ്പിക്കണം. നമ്മളെ ബേസ് ഉണ്ടാക്കാമെന്ന് കൂടി ഞങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. നമുക്ക് എവിടെ പോരണ്ടാകുക വെച്ചാൽ കൺട്രോളർ കളിക്കുമ്പോൾ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. അല്ലാണ്ട് വേറൊന്നും പറയില്ല, സോറി. ഓക്കെ, ഇനി നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ 36 വുഡ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് പോയിട്ട് ആദ്യത്തെ ക്രാഫ്റ്റിംഗ് ടേബിൾ, ആദ്യത്തെ സ്റ്റിക്ക്. ഓക്കെ, ഞങ്ങളങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. രാത്രിയാവാൻ തോന്നുന്നു ഗൈസ്, രാത്രിയാവാനെന്ന് തോന്നുന്നു. നമുക്കാകെ ഷീപ്പിനൊന്ന് അടിച്ച് കൊല്ലണം, എന്നാലും നമുക്ക് ആ ബെഡിൻ്റെ ഇതൊന്ന് ഇതാവുകയും അൺലോക്ക് ആകുകയും. ഓക്കെ 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 ഗൈസ്, ഓക്കെ അതങ്ങനെ അൺലോക്കായി. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അത് കയറിയിട്ട് ആദ്യത്തെ ഒരു പിക്ക് ഉണ്ടാക്കണം. ഓക്കെ, ഒരു പിക്ക്, ഒരു ആക്സ്, ഒരു ഉണ്ടാക്കിയിട്ട് ഒരു പിന്നർ സോള് അതൊന്നും വേണ്ട ഗൈസ്. ഓക്കെ, നമുക്ക് വേക്കടിക്കാം. ഇനി വില്ലേജിൽ പോയിട്ട് ബെഡ് ലൂട്ടണം ഗൈസ്. ഇന്ന് തന്നെ നമുക്ക് ഫാം ഉണ്ടാക്കണം ഗൈസ്. ആടെ ഒരു കിണ്ണം ബേസായിരുന്നില്ലേ, അവിടെ തന്നെയാണ് ഗൈസ് നമ്മളിപ്പോൾ പോലെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് പറ്റുമെങ്കിൽ നമുക്ക് അയൺ ആർമർ സെറ്റാക്കണം. അയൺ ആർമർ ഇന്നത്തെ വീഡിയോൻ്റെ ഗോൾ അതാണ്, അയൺ ആർമർ. ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ഗോൾ എന്ന് വെച്ചാൽ ഒരു എന്തെന്നായിരുന്നു അത് നമുക്ക് സ്റ്റോൺ കളക്ട് ചെയ്യാം ഗൈസ്. നമ്മുടെ വേൾഡിൽ ആദ്യത്തെ സ്റ്റോൺ നമ്മൾ കയ്യിലോട്ട് എത്തിയിട്ടില്ല. ഇപ്പം എത്തി. 3 അയൺ എനിക്ക് ഇടാനുള്ളതെന്നറിയാം. ഈ 3 അയണും വേഗം തന്നെ ലൂട്ടണം. ഓക്കെ, ഒരു പിക്ക് ഉണ്ടാക്കി അതിന് ബാക്ക് അടിക്കുക. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് പൊട്ടിച്ചു മാറ്റാം. ഓക്കെ, നമ്മൾ പൊട്ടിച്ചു മാറ്റി. കോള് ഇപ്പം ആവശ്യമില്ല, എന്തായാലും കുഴപ്പമില്ല, കോളല്ലേ ഇരിക്കട്ടെ.
ഓക്കെ ഗൈസ്, കോളങ്ങനെ ഇതാക്കിയിട്ടുണ്ട്, മൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ എവിടെയായിരുന്നല്ലോ ഞാൻ ഈ അയണൊക്കെ കണ്ടേ. പിന്നെ സ്റ്റോൺ ഏരിയ വേനെ കൊണ്ട് അയണൊക്കെ വേഗം കിട്ടും. ആ തന്നെ ഇതുകൊണ്ട് നമ്മുടെ ഒന്നോ ആ 3 അയണുണ്ട് ഗൈസ്. എന്താണ് നമ്മൾ ലിക്ക് നോക്കി. ഓക്കെ, നമുക്കിന്ന് ഒരു അയൺ ബക്കറ്റ് ഉണ്ടാക്കണം. അതിന് ഫർണസ് ആവശ്യമുണ്ട്. നമുക്കിന്നൊരു കംപ്ലീറ്റ്ലി ഇതാകണം, സ്റ്റോൺ ടൂൾസ് ആവണം. ഓക്കെ, എത്ര സ്റ്റോൺ മതിയാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ. അവിടെ പോയിട്ട് ഇനി കോൾ ലൂട്ടണം. ഓക്കെ, നമ്മളെ ആദ്യത്തെ ഫർണസ് നമ്മളിതാ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു കോൾ നമ്മളെ കയ്യിലുണ്ട്, ബാക്ക് അടിക്കുക. ഫർണസ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇവിടെ പ്ലേസ് ചെയ്തിട്ട് നമ്മളുടെ കോൾ എടുത്തിട്ട് ഇവിടെ കൊണ്ട് ഫ്യൂവലായി. ഇനി നമ്മളെ 3 അയൺ നമുക്ക് എടുക്കാനിടണം. 3 അയൺ കൊണ്ടുവച്ചിട്ട് ഇവിടെയും വെച്ച് അതൊരുക്കിക്കോട്ടെ. നമുക്കൊരു ബാക്ക് അടിച്ചിട്ട് രാത്രി ആവാൻ തോന്നുന്നു വില്ലേജ് പോയിട്ട് ബെഡ് ലൂട്ടിയിട്ട് വരാം. ബെഡ് ലൂട്ടുമ്പോൾ തന്നെ നമ്മുടെ ഏകദേശം ഗൈസ് ഇതിൻ്റെ അകത്ത് ഫുഡ് തീരാത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ മെല്ലെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. കൺട്രോളായതിനെ കൊണ്ട് എനിക്ക് സ്പീഡിൽ ഓടേണ്ടത് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ആരെയും ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കേസ് നമുക്ക് വില്ലേജിൽ തന്നെ ബെഡ് ലൂട്ടാം, നല്ലൊരു സുഖം ഉണ്ടാവില്ല. നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് അങ്ങ് ലൂട്ടിയാലോ. ഇതൊന്നും ഇപ്പം തോന്നുന്നു ഗൈസ്, ഫുള്ള് ഇതാകുന്നേ. ഓക്കെ, ഇവിടുത്തെ അങ്ങനെ കഴിഞ്ഞ് ഇനി ഇവിടുത്തെ അല്ല ഗൈസ്, ഫാം ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കണം. അതിൻ്റെ ഒരു ചെറിയൊരു ഉണ്ടാക്കണം. പിന്നെ ഫാം ഉണ്ടാക്കിയില്ല നടക്കൂല ഗൈസ്. പിന്നെ ഫാം ഉണ്ടാക്കാൻ വെച്ചാൽ നമ്മളോട് മറന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ അതും കളക്ട് ചെയ്ത് ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും വേണ്ടത് ഹേബിയലൊന്നും കളക്ട് ചെയ്യണ്ട. ബെഡ് ലൂട്ടല്ല നമ്മളൊന്ന് അല്ലേ വേണ്ട ഗൈസ്. ബെഡ് ലൂട്ടിയാൽ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ബെഡ് ലൂട്ടിന്ന് വിചാരിച്ചോ, അപ്പോൾ ഒരു വില്ലേജറിൻ്റെ ബെഡായിരിക്കും അത്. അന്നേരം ആ വില്ലേജറിന് ചത്തുപോകില്ലേ. കാരണം വില്ലേജറിന് ഉറങ്ങാൻ കഴിയൂല, രാത്രി മൂബ്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ബെഡ് അങ്ങ് ഒപ്പിക്കാം. ഞാൻ കൈ ഗൈസ്. അതാ ഒരു ഷീപ്പ്, അതാ അങ്ങനെ തന്നെ നമുക്ക് ഇന്നൊരു ബെഡ് ഒപ്പിക്കണം ഗൈസ്. ഇനി ഗേറ്റില്ലേ, നമുക്ക് ഈ ബ്ലോക്ക് ഉണ്ടോ നമ്മളതിൽ, ഇൻവെൻറ്റോറിയിൽ ബ്ലോക്ക് ഉണ്ടോ? അതെ, ബ്ലോക്ക് നമുക്കിവിടെ വെച്ച് ഒരു ജമ്പിങ് അതിവിടെ വേണ്ട. എന്നിട്ട് ഇതിനങ്ങോട്ട് തല്ലി കൊല്ലണം ഗൈസ്. നിനക്ക് ചാവാനുള്ള സമയമായിരിക്കുന്നു മകനെ. സായങ്കോളിനെ കൊണ്ട് പേടിക്കാന്നില്ല. ഇൻവെന്ററി സാധനം എടുക്കുക. എറിഞ്ഞു ഗൈസ്. അതന്നെ ഇൻവെന്ററി കയറി നമ്മളെ മോൺസ്റ്റേഴ്സ് വീവർ ആവുന്നതിന് മുമ്പ്
നമുക്ക് തിരിച്ച് നമ്മളെ ബേസിലെത്തണം. ബേക്കടി 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 ബേക്കടി. ഓക്കെ ഗൈസ്, നീ പോവില്ലടാ എന്താ മറ്റേ. ഓക്കെ ഗൈസ്, അത് നമ്മളങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കിടന്നുറങ്ങണം ഗൈസ്. സ്കെൽട്ടനൊക്കെ ഉണ്ട്. സ്കെൽട്ടൻ തൽക്കാലത്തേക്ക് ഞാൻ ചാടിയിരിക്കുന്നു ഗൈസ്. തൽക്കാലത്തേക്കാണ് ഗൈസ്. നമുക്ക് ഈ ഒരു വീടിൻ്റെ അകത്ത് കയറി നമ്മുടെ ആദ്യത്തെ ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. നമ്മളൊരാളെ ശല്യപ്പെടുത്തൂല ഗൈസ്. ഓക്കെ, ബേക്കടിച്ചിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളിലൂടെ വെച്ച് ഇനി ഇതിൻ്റെ അകത്തുനിന്നൊരു ബെഡ്. ഓക്കെ ഗൈസ്, ഇനി ബേക്കടിച്ചിട്ട് നമ്മളെ വേൾഡിലെ ആദ്യത്തെ നൈറ്റ് നമ്മളിതാ സർവൈവ് ചെയ്തു ഗൈസ്. ഗൈസ്, ഇന്നൊരു ചെറിയ ഫാമാണ് നടക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നമ്മളെ വില്ലേജേഴ്സിനൊന്നും പറ്റരുത് ഗൈസ്. എനിക്ക് തോന്നുന്നു ഞാൻ അടുത്ത വീഡിയോൻ്റെ അകത്ത് എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതായിരിക്കും. ഇതെന്ന് വെച്ചാൽ വില്ലേജർ ബ്രീഡർ. നമ്മളെ വീഡിയോ നമ്മൾ ഏതാണ്ട് നിമിഷങ്ങൾക്കൊക്കെ വൈൻഡപ്പ് ചെയ്യും. നമുക്ക് നമ്മുടെ ബേസിലോട്ട് വേഗം എത്തണം. അടുത്ത വീഡിയോനകത്ത് നമ്മൾ മിക്കവാറും കേവ് മൈനിങ്ങിനായിരിക്കും പോകുന്നത്. കേവ് മൈനിങ് ബേസൊന്നും ആയിക്കില്ല, എന്നാലും നമ്മളായി നേരത്തെ ഫർണസൊക്കെ വെച്ചെടുത്തില്ല. അവിടെ തന്നെ ചെറിയൊരു ഫാം സെറ്റ് ചെയ്ത് നമുക്ക് വീടാണ് വൈൻഡപ്പ് ചെയ്യുക. ഫാമെന്ന് വെച്ചാൽ അതിപ്പം കുഴിച്ചിടൊന്നുമില്ല, ഒന്നും വെറുതെ ഒരു സുഖത്തിന് വേണ്ടി ഒരു ഫാം. 3 അയൺ ഇതുവരെയായിട്ട് ആയിട്ടില്ല ഗൈസ്. പക്ഷെ എന്താ ഗൈസ്, 3 അയൺ നമ്മളെ കയ്യിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളാദ്യത്താണ്. ഇനി ഇതുകൊണ്ടൊരു ബക്കറ്റ് ഉണ്ടാക്കണം. അതിൽ ആദ്യം തന്നെ നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കണം ഗൈസ്. ചെസ്റ്റ് നിർബന്ധമാണ്. ചെസ്റ്റില്ലേ പോയി കാര്യം. ചെസ്റ്റ് കിട്ടി. ഓക്കെ, നമുക്ക് വേക്കടിക്കാം. നമ്മളെ ഇൻവെൻറ്റോറി ഒരു ബക്കറ്റ് ഉണ്ടാക്കണ്ടേ ഗൈസ്. ഒരു ബക്കറ്റ്. ഓക്കെ, അങ്ങനെ ഒരു ബക്കറ്റ് ഉണ്ടാക്കി. ഇനി ജസ്റ്റ് ഇൻവെൻറ്റോറി പോവാം. ഓക്കെ, ഇൻവെൻറ്റോറിയിലെത്തി നമ്മളെ ചെസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിവിടെ വെച്ചിട്ട് ഒന്ന് ബാക്കടിക്കണം. നമ്മളെ ചെസ്റ്റ് നമുക്ക് ഇവിടെ വെക്കാം. എനിക്ക് കുറച്ച് നമുക്ക് ഇവിടെ ഓക്കെ, നമുക്ക് ഇവിടെ നമ്മളെ ബെഡ് പ്ലേസ് ചെയ്യാം. ഗൈസ്, നമ്മുടെ ഫാമിൻ്റെ കാര്യം ഞാൻ ഓർക്കെ നിന്ന് തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സമയമില്ല, ഇപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മളാദ്യം റെയറായ ബക്കറ്റ് തന്നെ നമുക്ക് എന്താക്കാം, അങ്ങോട്ടേക്ക് എടുത്ത് വെക്കാം. ഓക്കെ, നമ്മളത് ചെയ്ത് നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിളും കൂടി എടുത്ത് വെക്കാം. ഓക്കെ ഗൈസ്,
ബേക്കടിക്കാം. പറ്റുമെന്ന് മിക്കവാറും പറ്റാൻ ചാൻസ് കുറവാണ് ഗൈസ്. ഒരു മെസ്സേജ് ഒന്നാണ്. പറ്റും ഗൈസ്, പറ്റും. ഓക്കെ, നമുക്ക് ബേക്കടിക്കാം. ബക്കറ്റ് എടുക്കുക, എന്നിട്ട് വീട്ടിൽ വെള്ളം കളക്ട് ചെയ്യണം വേഗം. ഇവിടെ അടുത്തെവിടെയും വെള്ളമില്ല ഗൈസ്. ഗൈസ്, നമ്മളെ വേൾഡിൽ ആദ്യത്തെ ബക്കറ്റും വെള്ളവും നമ്മളെടുത്ത് സെറ്റാക്കി. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ ആയിരിക്കും എല്ലാ ഫാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെയുള്ള ഫുഡൊക്കെ നമുക്ക് പൊട്ടിച്ചാറ്റാൻ പതിയെ. നമ്മൾ ചെറിയൊരു ഫുഡ് ഫാം പൊട്ടിട്ട് തന്നെ ആയിക്കോട്ടെ ഗൈസ്. അല്ലേ അവിടെ വേണ്ട, അല്ലേ അവിടെ തന്നെ അങ്ങാക്കാം. വേണ്ട, നമുക്ക് നിലത്ത് തന്നെ ആക്കാം ഗൈസ്. എന്തായാലും പണിയായിരിക്കും. അതൊക്കെ നമുക്ക് എല്ലാ ബിൽഡും ചെയ്യുന്ന നേരം അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, അവിടെ വെള്ളം നമുക്ക് പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഈ സാധനം എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് 4 ഗൈസ്. നമ്മളിതാ 4 ആക്കുന്നില്ല, ചെറിയ ഒരു ഫാമാണ്. നമുക്ക് എന്നിട്ട് പതിയെ വലുതാക്കാം. അവിടെ നമുക്ക് തുള്ളാം, എന്നിട്ട് അവിടെ പോക്കാം. ആവശ്യമില്ലാത്തവരെല്ലാം പോകും. അതാ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നമ്മളെ കുഴപ്പം. ഇപ്പം പോയി. നമുക്കിത് മൊത്തം പൊട്ടിച്ച് മാറ്റണം. ഓക്കെ, നമ്മളിതാ ഇപ്പോൾ ഇത് നട്ട് പിടിപ്പിക്കണം. നമ്മളെ കയ്യിലുള്ള മൊത്തം പൊട്ടറ്റോ നമുക്ക് കൃഷി ചെയ്യാം. ഗൈസ്, നമുക്ക് മൊത്തം നട്ടുപിടിപ്പിക്കാം. ഗൈസ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങളോട്, ഞാനും സ്റ്റീൽ വെക്സ് യൂട്യൂബറും കൂടി ഒരു മൾട്ടിപ്ലെയർ വേൾഡ് തുടങ്ങി. അതെല്ലാം പോയി എന്നല്ല, ഞാൻ 100 ഡ്രാഗൺ ഡിഫീറ്റൊക്കെ ചെയ്തു ഗൈസ്. അത് കാണാൻ രസമില്ലല്ലേ. അങ്ങോട്ടേക്ക് അത്രയായി, ഇവിടെ മാത്രം കുറച്ച് രസമില്ല ഗൈസ്. എന്നാലും ഞാൻ നേരെ തിരിച്ച് നട്ടു. നമ്മളെ ഈ വില്ലേജിൽ പൊട്ടറ്റോ ഇല്ലാന്ന് തോന്നില്ല ഗൈസ്. പൊട്ടറ്റോ ഓൾറെഡി 4 കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കിതെല്ലാം കുത്തിച്ചടിച്ചെടുക്കാൻ നോക്കാം. ഓക്കെ ഗൈസ്, ഞാൻ അതും അങ്ങനെ മൊത്തം ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മളെ എല്ലാം വെച്ചെടുത്തിലേക്ക് തന്നെ പോവാം. എന്നിട്ട് നമ്മളെ റെയറായ ബക്കറ്റ് നമുക്ക് ആദ്യം തന്നെ ചെസ്റ്റിലേക്ക് വെക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ബക്കറ്റ് നമ്മളിതാ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് അടിക്കാം.
തല ഇടിയാണല്ലേ. കിട്ടി. അപ്പം നമ്മുടെ കൺട്രോളർ ആയതാണ് പുതിയ രീതിയെ അല്ല തന്നെ ഒരു ഇതായി തിരിക്കുക അവിടെ. ഓക്കെ, നമ്മളെ രണ്ടാമത്തെ നൈറ്റും കൂടി സർവൈവ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ലെറ്റ്സ് പ്ലേ സീരീസ് അവസാനിപ്പിക്കാം. എന്താ ഇവിടെ ഓരോ ബിൽഡ് കൊണ്ട് നമ്മൾ നിറയ്ക്കും ഗൈസ്, നിറയ്ക്കും. കോബിൾ സ്റ്റോൺ നമ്മളെ ഫാം അങ്ങനെ ഓരോ കാര്യമായിട്ട് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കണം ഗൈസ്. ഓക്കെ, കിടന്നുറങ്ങാൻ പറ്റുമോ? ഓക്കെ ഗൈസ്, നമ്മളെ വേൾഡിൽ രണ്ടാമത്തെ നൈറ്റ് നമ്മളങ്ങനെ സർവൈവ് ചെയ്തു. ഓക്കെ, നമുക്ക് നല്ല സൺസെറ്റോടെ നമ്മുടെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പോയിട്ട് നാളെ വൈകിട്ട് വാന്ന് വെച്ചാൽ ഞാൻ സുധീൻ്റെ വീഡിയോ ആണ് എന്നും കാണാറുള്ളത്, അതുകൊണ്ടാണ് ഞാൻ നാളെ വൈകിട്ട് വാന്ന് പറഞ്ഞത്. ഓക്കെ, നിങ്ങളെന്തായാലും അടുത്ത വീഡിയോ പോയിട്ട് വാ. ഓക്കെ, ബൈ.